മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന് സമീപം മരത്തിന് മുകളിൽ പെരുമ്പാമ്പിനെ കണ്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടും. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, പെരുമ്പാമ്പിനെ അതും നഗരമധ്യത്തിൽ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിലെ മരത്തിലാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന വിവരം? പാമ്പിനെ പിടികൂടാൻ ഉദ്യോഗസ്ഥരെത്തിയില്ലേ? സ്മൃതി, ഇതൊരു വലിയ മരത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഒരു വലിയ പാമ്പ് ഉള്ളത്. മഹാരാജാസ് കോളേജിന്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ വളപ്പിലുള്ള മരത്തിന് മുകളിലാണ് പാമ്പിനെ കാണുന്നത്. രാവിലെ മുതൽ തന്നെ പാമ്പിനെ ഇവിടെ പ്രദേശവാസികളും മറ്റും കാണുന്നുണ്ട്. വളരെ ഉയരത്തിലാണ് ഇപ്പോൾ പാമ്പ് ഉള്ളത്. വനം വകുപ്പിനെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇത് വളരെ റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ പെരുമ്പാമ്പിനെ കാണുന്നത്. ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? എന്തോ പറഞ്ഞു എപ്പോഴാ കണ്ടത്? രാവിലെ വന്നതാ. രാവിലെ ഇവിടുന്നായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പിന്നെ പതിയെ ഇത് മേളിലോട്ട് പോയി. ഞങ്ങള് ആകാംക്ഷയിലാണ് തിരിച്ചിറങ്ങുമെന്നുള്ള ഇതിൽ നിൽക്കുക. രാവിലെ താഴെയാണോ ഉണ്ടായിരുന്നത്? രാവിലെ ഈ മരത്തിന് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പതിയെ പൊക്കത്തേക്ക് കയറി പോണായിരുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണോ? അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. നേരത്തെ എടപ്പള്ളിയിൽ ഇങ്ങനെ വന്നേക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ. സ്മൃതി, അങ്ങനെയാണ്. ഇതൊരു നമുക്ക് കാണാം, ദൃശ്യം കാണാം. വളരെ ഉയരം കൂടിയൊരു മരമാണ്. ആ മരത്തിന്റെ ഏതാണ്ട് ഉയർന്ന ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പാമ്പ് ഉള്ളത്. അത് കൂടുതൽ ഉയരത്തിലേക്ക് കയറി പോവുകയാണ്. അതിനെ താഴെ ഇറക്കുക, അത്തരത്തിൽ അതിനെ പിടികൂടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ മരത്തിന്റെ വളരെ ഉയരത്തിൽ തന്നെയാണ് ഈ പാമ്പുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഇതിനെ താഴേക്ക് ഇറക്കുക, അതോടൊപ്പം തന്നെ അതിനെ മാറ്റുക എന്നുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ എത്തിയതായി കാണുന്നില്ല. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിരവധി കെട്ടിടങ്ങളടക്കം ഉള്ള ഒരു മേഖലയാണ്. ഈ കെട്ടിടങ്ങൾ നടുവിലുള്ള ഒരു കൂറ്റൻ മരം, ആ കൂറ്റൻ മരത്തിന്റെ വളരെ ഉയർന്ന ഒരു ചില്ലയിലാണ് ഇപ്പോൾ ഈ പാമ്പ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ വലിയൊരു പാമ്പാണ്. അതിനെ ആദ്യം രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി ഈ താഴെ ഭാഗത്താണ്, മരത്തിന്റെ താഴെ ഭാഗത്താണ് ഈ പ്രദേശവാസികളും മറ്റും ഈ പാമ്പിനെ കണ്ടത്. അതിനുശേഷം അത് അതിന്റെ ചില്ലയിലൂടെ മുകളിലേക്ക് കയറി പോവുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് വളരെ ഉയർന്ന ഭാഗത്താണ് ആ പാമ്പ് നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പക്ഷേ താഴേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൗൺസിലർ അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാ രാവിലെയാണോ കണ്ടത്? അറിയൂ, എപ്പോഴാണ് ഈ പാമ്പിനെ കണ്ടത്? ഇവിടെ 1 മണിക്കൂറോളമായി. 9:15 മണി മുതലാണ് കണ്ടത്. ഇവിടെ കൂടെ അമ്പലത്തിലേക്കും മറ്റും നടക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മളപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചറിയിച്ചു. അവര് മൂവാറ്റുപുഴ അന്ന് അവിടുന്ന് ആൾക്കാർ വരണമെന്ന് പറഞ്ഞു. അതിപ്പം ഫയർഫോഴ്സിനെ വിളിക്കുന്നുണ്ട്. കാരണം അവരുടെ ബാസ്ക്കറ്റിൽ കയറി നിന്ന് വേണം മുകളിലേക്ക് എത്താനായിട്ട്. ഇത്രയും ഉയരത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ഫയർ ക്യാച്ചർ ഒരു സ്നേക്ക് ക്യാച്ചർ വന്നിട്ടുണ്ട്. ഒരു വിദ്യ എന്ന് പറഞ്ഞ മാഡം കൂടി ഉണ്ട്. ആ മാഡം ഇപ്പം എത്തും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ തീരുമാനമായിട്ട് ഇത്രയും ഉയരത്തിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഫയർഫോഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും താഴേക്ക് എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കണം. ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം പോസ്റ്റ് മെട്രിക് ഹോസ്പിറ്റലാണ് തൊട്ടപ്പം ഓഫീസുണ്ട്, BTH ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ അതിനെ നിർത്താനല്ലേ പറ്റുള്ളൂ. കെട്ടിടങ്ങളും അടുത്തുണ്ട്. അതുകൊണ്ട് ഒരു ആശങ്ക വളരെ പെട്ടെന്ന് പിടികൂടേണ്ടതുണ്ട്. അടുത്ത് ഹോസ്റ്റലൊക്കെ ഉള്ള ആശങ്കയാണ് അവിടെയുള്ളവർ പറയുന്നത്. പിടികൂടാൻ അല്പസമയത്തിനകം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുമുള്ള പ്രതീക്ഷയിൽ അവിടെ കാത്തിരിക്കുകയാണ്.